എല്ലാവർക്കും നമസ്കാരം. പച്ചവെളിച്ചം ഇപ്പോൾ ശാന്തി തിയേറ്ററിന്റെ മുന്നിലാണുള്ളത്. ഇവിടെ പയ്യന്നൂർക്കാരുടെ കൂട്ടായ്മയിൽ വിരിഞ്ഞ റോമ 6 എന്ന് പറയുന്ന ക്രിസ്ത്യൻ കുടുംബ പശ്ചാത്തലത്തിലെടുത്ത സിനിമയുടെ ആദ്യ പ്രദർശനം ഷിജു പീറ്റർ എന്ന് പറയുന്ന നമ്മുടെ പ്രദേശവാസിയായ അദ്ദേഹം രചനയും അതുപോലെ തന്നെ സംവിധാനം നിർവഹിച്ച സിനിമയുടെ ആദ്യ പ്രദർശനം കഴിഞ്ഞ് ഇവിടെ ആളുകൾ പുറത്തിറങ്ങുകയാണ്. ആ സിനിമ നമ്മുടെ 40ഓളം കലാകാരന്മാർ, പയ്യന്നൂരും പരിസരത്തുമുള്ള 40ഓളം കലാകാരന്മാർ അഭിനയിച്ചൊരു സിനിമയാണ്. ആ സിനിമയുടെ ആദ്യ പ്രദർശനമാണ് പയ്യന്നൂർ ശാന്തി തിയേറ്ററിൽ ഇന്ന് നടന്നിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം നാട്ടുകാരും പ്രദേശവാസികളുമായ ആളുകൾ പുറത്തിറങ്ങുകയാണ്. അവർ ആ സിനിമയെക്കുറിച്ച് അവരുടെ പ്രതികരണം ആരായും. നമ്മുടെ നാട്ടുകാരുടെ ഒരു സിനിമയാണ്, ആ അർത്ഥത്തിൽ തന്നെ അതിനോടൊപ്പം ഐക്യപ്പെടുക, അത് കണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് പച്ചവെളിച്ചം ഇവിടെ എത്തിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് നമ്മുടെ ആളുകൾക്ക്, പ്രേക്ഷകർക്ക് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്നത് തേടുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നമുക്ക് കാര്യങ്ങൾ പ്രേക്ഷകർ ആയ ആളുകൾ പറയട്ടെ. സിനിമ കൊണ്ട് എന്താണ് സിനിമയുടെ അഭിപ്രായം? ലൈവാ? നല്ല സിനിമ. ഒരുകൂട്ടം പയ്യന്നൂരിലെ ആളുകൾ അവരുടെ കഷ്ടപ്പാടിന്റെ റിസൾട്ട് അവർക്ക് ഈ സിനിമയിലൂടെ കിട്ടും. എല്ലാവരും വന്ന് കാണണം. നല്ലൊരു സിനിമയാണ്. നല്ല സിനിമയാണ് അല്ലേ? ഇതാണ് ആദ്യം ഒരു പ്രേക്ഷകന്റെ പ്രതികരണം. കണ്ടോ സിനിമ? ലൈവാന്ന് കണ്ടു. നമ്മുടെ പയ്യന്നൂരിലൊരു നല്ലൊരു ട്രീറ്റ്മെന്റ് ആയിരുന്നു. അതെ അല്ലേ? ഒരു പുതിയ ഒരു സംവിധായകൻ എന്ന രീതിയിൽ വളരെ സത്യസന്ധമായിട്ടൊരു സിനിമ ഉണ്ടല്ലേ? കാര്യങ്ങൾ അതിനെ കുറിച്ച് നല്ല ആദ്യ പ്രദർശനത്തിന് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അത് നല്ലൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള എഫക്റ്റ് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നാടിനത് കൃത്യമായിട്ടാണ് പുതിയ തലമുറക്ക് ഒരു പ്രചോദനം അല്ലേ? ആയിക്കോട്ടെ. നമുക്ക് ഇതാണ് ഓരോരോ ആളുടെ അഭിപ്രായങ്ങൾ. നമ്മൾക്ക് ഇതിൽ അഭിനയിച്ചവർ, അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ എന്താണ് പറയാനുള്ളത് എന്ന് തേടാം. നമ്മൾക്ക് ആളുകൾ വരുന്നതേ ഉള്ളൂ. അവർക്കൊരു വലിയ സന്തോഷത്തിലാണ്. കാരണം എന്ന് പറഞ്ഞാൽ സിനിമയിൽ അഭിനയിച്ച ആളുകൾ, അതുപോലെ തന്നെ ഇതിൽ ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചവരൊക്കെ ഈ സിനിമ കാണാൻ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സിനിമയുടെ പ്രദർശനത്തിനും പച്ചവെളിച്ചത്തോട് കാണാൻ വേണ്ടി പറഞ്ഞിരുന്നു, പക്ഷെ അവിടെ എത്താൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം പറയുന്നതിൽ പരിമിതിയുണ്ട്. ഇത് കാണാൻ പറ്റിയില്ല എന്നതുകൊണ്ടാണ്. എന്താണ് ഈ സിനിമയെക്കുറിച്ച് നമ്മുടെ ആളുകൾക്ക് പറയാനുള്ളത് എന്ന് തേടുകയാണ്. പറയട്ടെ ആളുകൾ. കണ്ടോ? എന്താ സിനിമ? എങ്ങനെയുണ്ട്? നല്ല സിനിമയല്ലേ? അതല്ലേ? ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. അഭിനയിച്ചിട്ടുണ്ട് അതല്ലേ? സിനിമ എങ്ങനെയുണ്ട്? ആദ്യമായിട്ട് അഭിനയിക്കുന്നതാണോ? സിനിമയിൽ അഭിനയിക്കുന്നത്. നാടകം ചെയ്യലുണ്ട്. എവിടെയാ സ്ഥലം? എവിടെയാ? ഞാൻ പാണപ്പുഴ പറവൂരാണ്. പറവൂര് അതല്ലേ? എന്നാലും ഷിജു പീറ്ററിന്റെ ഒരു ആദ്യത്തെ സംരംഭം തന്നെ നല്ല ഗംഭീരമായിട്ട് അത് അതല്ലേ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് ശരി. ആദ്യമായിട്ട് അഭിനയിക്കുന്നതാണോ? അതെ. നാടകത്തിലും സിനിമയിൽ ആദ്യമാണല്ലേ? മുമ്പ് മറ്റുള്ള അല്ലേ നാടകത്തിലും? ആയിക്കോട്ടെ, സന്തോഷം. ഓക്കെ, വളർന്നു വരട്ടെ, നല്ല അവസരങ്ങളൊക്കെ കിട്ടട്ടെ കേട്ടാ. അതാണ് പറയുന്നത്. നമ്മൾക്ക് അഭിപ്രായങ്ങൾ തേടാം. ആളുകൾ വരട്ടെ, അഭിപ്രായങ്ങൾ തേടാം. ഷിജുവിനെ വരുന്നത് എന്തുണ്ട്? ഞാൻ കുറച്ച് ആൾക്കാരോട് അഭിപ്രായം ചോദിച്ചു. ആദ്യത്തെ സംരംഭമാണ് ഷിജു. ഒരു സംഗീത മേഖലകളിൽ, അതുപോലെ തന്നെ അങ്ങനെയുള്ള മേഖലകളിൽ പ്രവർത്തിച്ച ഒരാളാണ്. ആദ്യമായിട്ട് ഒരു സിനിമ പുറത്തിറക്കിയിരിക്കുന്നു. അതിന്റെ രചനയും അതുപോലെ സംവിധാനം നിർവഹിച്ചത് ഷിജു ആണ്. എന്താണ് ഷിജുവിന് ഈ സിനിമയെ കുറിച്ച് പറയാനുള്ളത്? എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. എന്റെ ആദ്യ സിനിമയാണ്. ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നവരെല്ലാം പുതുമുഖങ്ങളാണ്. അപ്പോൾ എല്ലാവരും ഈ സിനിമ ഒന്ന് വന്ന് കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക.
അല്ല നല്ല ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലേ? ഉണ്ട്, ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഒരുപാട് ഹൗസ്ഫുൾ ആണ്. ഹൗസ്ഫുള്ളാണ്. പ്രദർശനം നാളെ വൈകുന്നേരം 7 മണിക്കാണ്. 7 മണി അല്ലേ? എത്ര ദിവസം പിന്നെ കണ്ടിന്യൂസ് പ്രദർശനം? 3-4 ദിവസത്തേക്ക് ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ ബാക്കി ആൾക്കാരെങ്ങനെ അല്ലാതെ സ്വീകരിക്കുക. ആൾക്കാരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. പ്രേക്ഷകരായ ആൾക്കാര് അഭിപ്രായങ്ങൾ ഞാൻ ചോദിച്ചു, 2-3 ആളോട് ചോദിച്ചു. അവര് നല്ല അഭിപ്രായം, സന്തോഷ് കളോത്ത് നല്ല അഭിപ്രായം പറഞ്ഞു, വേറെ ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പിതാവ് ഉണ്ടല്ലോ ഉള്ളിലല്ലേ? പിതാവുണ്ടോ? വിദ്യാധരൻ മാഷൊക്കെ ഉണ്ട്. മാഷേ ലൈവാണ് നമ്മളെ ഷിജുവിന്റെ ബീറ്റർ സിനിമ പച്ച വിളിച്ച ലൈവാണ്. എന്താണ് സിനിമയെ കുറിച്ച് പറയാനുള്ളത്? ഒരു പുതുമുഖ സംവിധായകനെ സംബന്ധിച്ചോളം മികച്ച ഒരു പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. അതിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. മാഷയിലുണ്ടോ? അതിൽ കലാസംവിധാനം ഓ അത് ശരി, അത് അറിയില്ല. അപ്പൊ ഞാൻ കൂടുതൽ പറയുന്നത് ശരിയല്ല. അതെ കൊണ്ട് പറയിപ്പിക്കുന്നതായിരുന്നു. അതെ, ഞാൻ പ്രേക്ഷകൻ എന്ന രീതിയിൽ ചോദിച്ചതാണ്. എന്നാലും അഭിപ്രായം പറയുന്നതിനൊന്നുമില്ലല്ലോ. മാഷൊക്കെ കൃത്യമായി അഭിപ്രായം പറയുന്ന ആളല്ലേ, അതുകൊണ്ട് പറയുന്നതിനൊന്നുമില്ല. അല്ല, ഷിജുവിനെ സംബന്ധിച്ചോളം ആ കഴിവ്, സംവിധായകനുള്ള കഴിവ് തെളിയിച്ചിരിക്കുകയാണ്. അങ്ങോട്ടുള്ള ഒരു തുടക്കക്കാരന്റെ ചില പരിമിതികൾ ചിലപ്പോഴുണ്ടാകും. അതൊക്കെയാണ് സ്വാഭാവികം. അടുത്ത അറ്റംപ്റ്റിൽ ഇതിനേക്കാൾ ഉയർന്ന തലത്തിലെത്താൻ ഷിജുവിന് സഹായമാണ്. ആയിക്കോട്ടെ, ഓക്കെ മാഷ്. അതെ, നമസ്കാരം. എന്നിട്ട് സിനിമ എങ്ങനെയുണ്ട്? ചോറുണ്ടാ? ചോറുകൂടാ. അതെ, എന്താണ് ഒരു സ്ത്രീ പ്രേക്ഷകരുടെ അഭിപ്രായം എന്നുള്ള രീതിയിൽ കണ്ടോ? ചോറുകൂടാ. അതല്ലേ, സന്തോഷം. ആയിക്കോട്ടെ. എന്തുണ്ട്? ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ അല്ലേ? പാട്ട്. നിങ്ങള് പേര് പറഞ്ഞൊന്ന്. പ്രമോദ് കാപ്പാട്. അറിയാം, നമ്മള് സംഗീത മേഖലയിൽ അറിയുന്ന സുപരിചിത മുഖമാണ്. എന്താണ് ഇതിൽ പാട്ട് ചെയ്തിട്ടുണ്ടോ? ഉണ്ടല്ലേ? ഷിജുവിന്റെ ആദ്യ സംരംഭം ഗംഭീരമായി ചെയ്തു. ഒരു നവാഗതന്റെ ഒരു പരിഭവം ഇല്ലാണ്ട് തന്നെ ഷിജു ഗംഭീരമായി ചെയ്തെന്നാണ് പറയേണ്ടത്. മാത്രമല്ല ഇതിന്റെ കഥ മാത്രമല്ല തിരക്കഥ, സംഭാഷണം, സംവിധാനം മുതൽ എഡിറ്റിംഗ്, ഡബിങ്, മിക്സിങ്, കളറിങ് മുതൽ എല്ലാ കാര്യങ്ങളും ഷിജു ഒറ്റക്കാണ് ചെയ്തിരിക്കുന്നത്. ഒരു പക്ഷേ ആദ്യമായിട്ടേക്കാം അതിന്റെ സബ് ടൈറ്റിൽ വരെ ഷിജു ഒറ്റക്കാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഷിജുവിനെ അഭിനന്ദിച്ചാൽ മതി. അത് വളരെ പരിമിക്കുന്ന എടുത്ത സിനിമയാണ്. പക്ഷെ അത് ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. നന്നായി സ്ട്രഗിൾ ചെയ്തെടുത്ത പടം. ഒരു സിനിമയുടെ പിന്നിലുള്ള അധ്വാനം എന്താണെന്നല്ല നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ അവൻ ഒറ്റയ്ക്ക് ഇതൊക്കെ ചെയ്തു കിട്ടുന്നൊരു വലിയ സംഭവം തന്നെയാണ്. അല്ല, പാട്ട് പി ജയേന്ദ്രൻ അനശ്വര ഗായം മരിച്ചു ഒരു പാട്ട് പാടി. ഒരു പാട്ട് ജയേന്ദ്രൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വിദ്യാധരൻ മാസ്റ്റർ സംഗീതം ജയേന്ദ്രൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കൊടുത്ത ഒരു പാട്ട് ഞാൻ ഷിജുവിന് നന്ദി കൂടെ കൊടുത്തത് അറിയിക്കാം. ഓക്കെ, നല്ല നിങ്ങൾക്ക് സംഗീത മേഖല, സിനിമാ മേഖല കൂടുതൽ അവസരം കിട്ടട്ടെ കേട്ടോ. ഓക്കെ, താങ്ക് യു. നമുക്ക് നോക്കാം. ഇതുണ്ട് ലൈവാണ്. സിനിമ എങ്ങനെയുണ്ട്? സിനിമ എങ്ങനെയുണ്ട് കണ്ടവരെ പറയുന്നതല്ലേ. നിങ്ങൾ ഇതിന്റെ ഭാഗമാണല്ലേ? എന്നാലും ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ എങ്ങനെയാണ് സിനിമയെ കാണുന്നത്? നമ്മളെ പരിമിതികൾ വെച്ചുകൊണ്ട് ഈ പയ്യന്നൂരിൽ ഒരു പരിമിതിയുണ്ട്. സംവിധായകന്റെയും സാമ്പത്തികത്തിന്റെയും എല്ലാ പരിമിതികളും വെച്ചുകൊണ്ട് അതുകൊണ്ട് അത് ചെയ്തു. മോശമല്ലാത്ത രീതിയിൽ ആയിട്ടുണ്ട് എന്നുള്ളതാണ് വിശ്വാസം. അത് കണ്ടവരാണ് അഭിപ്രായം പറയേണ്ടത്. നിങ്ങളതിന്റെ ഭാഗമായതുകൊണ്ട് അഭിപ്രായം നിങ്ങളെ പ്രധാന റോള്? അതെ, ഞാനതിൽ ചാക്കോ എന്ന കഥാപാത്രം ഞാനത് ചെയ്തു. അപ്പൊ എൻ്റെ ഒരു ആദ്യത്തെ ത്രൂഔട്ട് കഥാപാത്രമായ ആദ്യത്തെ ഒരു സിനിമയാണ് റോമാ 6. തീർച്ചയായിട്ടും നല്ലൊരു റെസ്പോൺസിബിളായി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു മെസ്സേജ് ഇതിനകത്തുണ്ട്. നമ്മൾ ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്നിരുന്ന ഈ കുട്ടികളെ മറ്റേ ഈ ബോക്സ് ഓഫീസ് മറ്റേ അതിൻ്റെ ഒരു കഥ. അപ്പം നല്ലൊരു സിനിമയായിട്ട് ഇത് കൂടുമെന്നാണ് എൻ്റെ വിശ്വാസം. 40-45 വർഷത്തെ എൻ്റെ ഒരു ജീവിതം ആഗ്രഹം കൂടിയാണ് ഒരു സിനിമ നടത്താവുന്നത്. അത് ഈ സിനിമയിൽ കൂടി വലിയ സന്തോഷം. അതിനെന്നെ സഹായിച്ച എൻ്റെ സംവിധായകൻ, പിന്നെ മറ്റുള്ള അണിയറ പ്രവർത്തകർ, പിന്നെ എൻ്റെ കൂടെ അഭിനയിച്ച ആൾക്കാർ, അവരൊക്കെ ഞാൻ അവരോട് നന്ദി പറയുന്നു ഈ അവസരത്തിൽ. എന്താണ് ഉഷ പയ്യന്നൂർ? നമ്മുടെ പുതിയ നമ്മുടെ സിനിമ കാണുന്നവർക്ക് അറിയാം, നമ്മുടെ പയ്യന്നൂർക്കാരിയാണ്. ഇപ്പോൾ സിനിമയിൽ പല സിനിമകളിലും ചെറുതും വലുതുമായ വേഷങ്ങളിൽ അഭിനയിച്ച് ശ്രദ്ധേയമായ ഒരു കലാകാരിയാണ്. അതുകൊണ്ട് ഈ സിനിമയിൽ അഭിനയിച്ചത് എന്താണ് ഈ സിനിമയെ കുറിച്ച് എന്താ അഭിപ്രായം? ഒരു നമസ്കാരം. ഞാനിതില് ജാൻസി എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത്. ഒരുപാട് പുതുമയും വ്യത്യസ്തതയും തോന്നി എനിക്ക് ഈ ഒരു കഥാപാത്രം ചെയ്തതിലൂടെ. തികച്ചും നമ്മുടെ ഇതുവരെ ചെയ്തതിൽ നിന്നും
വേറിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു. പിന്നെ അതുപോലെ ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരുപാട് തിന്മകൾക്കെതിരെയുള്ള ഒരു നല്ലൊരു അവയർനെസ്സും കൂടിയാണ് റോമാ 6 എന്ന ഈ ഒരു മൂവി. മുഖത്ത് നല്ല സന്തോഷം കാണുന്നുണ്ട്, നല്ല അല്ലേ, സന്തോഷമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് കാണണം. കാരണം ഇന്നത്തെ ഒരു സമൂഹത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ, സമൂഹം നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഒരു നല്ല എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു മൂവി കൂടിയാണ്. അഭിനയിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ആയിക്കോട്ടെ, ഓക്കെ. മതലേട്ടാ എന്നുണ്ട്? എന്നുണ്ട് സിനിമയെ കുറിച്ച്? എന്താ ലൈവാണ്, പറ എന്താ അഭിപ്രായം? പുതിയ പ്രമേയമാണ്, പുതിയ കഥ. അതിൽ അഭിനയിക്കാൻ സാധിച്ചത് വലിയ ഭാഗ്യമാണ്. കാരണം ഒരുപാട് വർഷത്തിൽ അഭിനയിച്ചെങ്കിലും ഇതൊരു പ്രത്യേക പടമാണ്. ഇത് അഭിനയിക്കാൻ ഭയങ്കര ഭാഗ്യമാണ്. നല്ല റോളാന്ന് പറയുന്നത്. നല്ല റോളാണ്, നല്ലൊരു ചച്ചൻ റോളാണ്. അപ്പൊ അതിന്റെ ഒരു മകനെ കൊന്ന പ്രതികാരം, ഒരു മകനെ കൊന്ന പ്രതികാരം തീർക്കുന്നത് അച്ചാച്ചൻ അങ്ങനെ ജയിലിൽ പോകും. ഭയങ്കര ഭാഗ്യം. അതെ, അഭിനയിക്കാനുള്ള കഥയുണ്ട് അല്ലേ, ശരിക്കും നല്ല കഥയുണ്ട്. ആ കഥയുടെ ഉൾക്കൊള്ളുന്ന ഞാൻ അഭിനയിച്ചു. അല്ല, നിങ്ങള് നല്ല കലാകാരൻ, നമുക്കറിയാലോ. സന്തോഷം, ആയിക്കോട്ടെ. നമസ്കാരം. എന്തുണ്ട്, സിനിമ കണ്ടുവോ? വർഷ സിനിമ കണ്ടു, ലൈവാണ് സിനിമ കണ്ടു? കണ്ടു. എങ്ങനെയുണ്ട്? സിനിമയെ കുറിച്ച് എന്താ ഒരു പ്രേക്ഷക എന്നുള്ള രീതിയിൽ, ഒരു മാധ്യമ പ്രവർത്തക? വർഷ എല്ലാവർക്കും അറിയാം, പയ്യന്നൂരത്തെ പ്രധാനപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകയാണ്. അതുകൊണ്ട് ഒരു സിനിമ കാണാൻ എത്തി. എന്താണ് ഒരു പ്രേക്ഷക എന്നുള്ള രീതിയിൽ സിനിമയെ കുറിച്ച് എന്താ അഭിപ്രായം? പ്രേക്ഷക എന്ന് പറയുന്നതിലുപരി ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോരുത്തരും നമ്മുടെ ഏറ്റവും അടുത്ത ആളുകളാണ്, ഏറ്റവും അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരാണ്. അപ്പൊ അവരുടെ ഒരു ആദ്യത്തെ സിനിമ അല്ലെങ്കിൽ ഒരു സംരംഭം എന്ന നിലയിൽ അത് വന്ന് കാണുക എന്നുള്ളത് എന്റെ വലിയൊരു ഉത്തരവാദിത്തമായിരുന്നു. കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരൊക്കെ ഇത്രയും നന്നായി ചെയ്തത്, അതുപോലെ ഷിജു പീറ്ററിന്റെ ഒരു സംവിധാന മികവും അടുത്ത് പറയേണ്ടതുണ്ട്. ഏറ്റവും സന്തോഷമായി. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവര് ഇത്രയും നന്നായി ബിഗ് സ്ക്രീനിൽ അവർ കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അത് വാക്കുകളോടൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. വലിയ സന്തോഷത്തിലാണ്. പിതാവേ നമസ്കാരം. ഒരു ലൈവാണ്. പിതാവയുടെ സിനിമ കാണാൻ എത്തിയെന്നുള്ള വിവരം ഉണ്ട്. ഈ സിനിമയെ കുറിച്ച് എന്താണ് പിതാവ്? തിരക്കിലുള്ള സമയത്തും ഈ സിനിമ കണ്ട് ഇതിനെ അനുഗ്രഹിക്കാനോട് എത്തിയ ഒരു സന്തോഷത്തിലാണ് ഇതിന്റെ അണിയറ ശില്പികളൊക്കെ. പിതാവിന്റെ സിനിമയെ കുറിച്ച് എന്താണ് പറയാൻ? എനിക്കേറെ സന്തോഷം തോന്നിയത് സാധാരണ സിനിമകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു വെറൈറ്റി അവതരണവും അതിൻ്റെ കഥയും, അതേപോലെ തന്നെ ഇന്ന് ആനുകാലികമായി സംഭവിക്കുന്ന പല കാര്യങ്ങളെ പറ്റിയുള്ള ഒരു വിമർശനാത്മകമായ സമീപനമാണ്. ഈ നമ്മൾ ചെയ്യുന്ന എല്ലാ ചെയ്തികൾക്കും അതിൻ്റേതായുള്ള ഉത്തരം നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നുള്ള വലിയൊരു ആശയം ഇന്ന് സമൂഹത്തിൽ നൽകുന്നു. മദ്യത്തിനെതിരായിട്ടും മയക്കുമരുന്നിനെതിരായിട്ടും സ്ത്രീകളോടുള്ള പെരുമാറ്റത്തിന് എല്ലാത്തിനുമുള്ള ഒരു സാമൂഹിക വശം ഇതിന് കൊടുക്കുന്നു. മാത്രമല്ല എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് ഇതിൽ അഭിനയിക്കുന്ന പലരും നാട്ടുകാർ തന്നെയാണ്. ഈ വലിയ പ്രൊഫഷണലിനേക്കാൾ കൂടുതൽ അവർ പ്രൊഫഷണലിനേക്കാൾ പോലെ തന്നെ അവരുടെ കലയും അവരുടെ കഴിവും സിദ്ധിയും സാധ്യതയൊക്കെ പൊതുജനത്തിൻ്റെ മുൻപിൽ അവതരിപ്പിച്ചിരിക്കുന്നു. അതിലും അവരെല്ലാവരും അഭിനന്ദനം അറിയിക്കുന്നു. റോമാ 6 കാണേണ്ട ഒരു സിനിമയാണ്. കാരണം അതൊരു വ്യത്യസ്തമായ പ്രതിപാദന രീതി അത് അവലംബിച്ചിരിക്കുന്നു. അത് മാത്രമല്ല ഷിജു പീറ്ററിൻ്റെ പ്രഥമ സംരംഭം ഇത്രയധികം വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും ആ ഒരു അദ്ദേഹത്തിൻ്റെയാണ് സംവിധാനം, തിരക്കഥ, സംഭാഷണം, അങ്ങനെ യഥാർത്ഥത്തിൽ ഒരു വലിയ കലാപ്രതിഭയെ നാം കണ്ടെത്തിയിരിക്കുന്നു റോമാ 6-ലൂടെ. ഷിജു പീറ്ററിനും എല്ലാ ഭാവങ്ങളും. ഇതിന്റെ പിന്നിൽ വലിയൊരു അധ്വാനമുണ്ട്. ആ അധ്വാനത്തിന് പിന്നെ പിതാവിന്റെ വാക്കുകളിലൂടെ തന്നെ ആ അധ്വാനത്തിന് ഒരു റിസൾട്ട് ഉണ്ടായി എന്നാണ് മനസ്സിലാവുന്നത് അല്ലേ? അതുകൊണ്ട് തന്നെയാണ് ഞാനിന്ന് വരാൻ തീരുമാനിച്ചത്. കാരണം ഈ നമ്മുടെ നാട്ടുകാർ തന്നെ ഒരുമിച്ച് കൂടി ഇങ്ങനെ ഒരു പുതിയ ഒരു ന്യൂ വേവ് ഫിലിം എന്നുള്ള വിധത്തിലാണ്. ഇത് നല്ല ഒരു ആശാവഹമായിട്ടുള്ള ഒരു സംരംഭമാണ്. അഭിനന്ദനങ്ങൾ. ഇതിനെന്ന് വേണ്ട പിതാവിന്റെ അനുഗ്രഹം ഉണ്ടായാൽ തന്നെ വലിയ കാര്യമല്ലേ. സന്തോഷം. എന്തുണ്ട്, എന്തൊക്കെ പറയാനുണ്ടോ? പറയുന്നതിലും ലൈവാണ്. ഇല്ല, എല്ലാവരും വന്ന് കാണണം. ഒരു മികച്ച കഥാപാത്രം എന്നെ ഏൽപ്പിച്ച ഷിജു പീറ്ററിനും ഇതിന്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും ഞാൻ ഇതിനു മുമ്പുള്ള സിനിമയിൽ നല്ല റോള് അഭിനയിച്ചിട്ടുണ്ടല്ലോ അല്ലെ? നമ്മളെ ഒരു കഥാപാത്രം ചെയ്യുന്നത് ഈ സിനിമയിലാണ്. മറ്റ് 2-3 സിനിമകൾ ചെയ്തിട്ടുണ്ട്, ഇറങ്ങാനുണ്ട്. അടുത്ത മാസം ഒരു പടം ഇറങ്ങാനുണ്ട്. പയ്യന്നൂര് ഒരു സിനിമക്കാരുടെ ഒരു കേന്ദ്രമാണ്, പ്രത്യേകിച്ച് അന്നൂര് പ്രദേശത്തുള്ള ആളാണല്ലോ അല്ലെ? അതുകൊണ്ട് അന്നൂര് സിനിമ നാടക പാരമ്പര്യമുണ്ട്. അത് പിൻപറ്റിക്കൊണ്ട് ഇതിൽ കൂടുതൽ ശ്രദ്ധിക്കാനാണോ തീരുമാനം? എന്താണ്? ചെറുപ്പം മുതലുള്ള ഒരു ആഗ്രഹമാണ് സിനിമ എന്ന് പറയുന്നത്. അത് എവിടെ എത്തിപ്പിടിക്കാൻ, എവിടെ പോകണമെന്ന് അറിയാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മൾ അതിനെ ഇങ്ങനെ നോക്കിക്കാണുന്ന ഒരു സമയം ഉണ്ടായിരുന്നു.
ഇപ്പോൾ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളും ആളുകളൊക്കെ കൂടി ഇവിടെ പയ്യന്നൂർ വെച്ചൊരു സിനിമ എടുക്കുമ്പോൾ ഇത്രയും നല്ലൊരു വേഷം ഒരു മെയിൻ ക്യാരക്ടർ നമുക്ക് തന്ന ഷിജു പീറ്ററിനോടാണ് എനിക്ക് ആദ്യമായി നന്ദി പറയാനുള്ളത്. അത് ഓഡിഷൻ ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ ഓഡിഷൻ നടത്തിയിട്ടാണ് ഇതിനെ ആളുകളെ മൊത്തം സെലക്ട് ഷിജു പീറ്ററിൻ്റെ സുഹൃത്താണെങ്കിൽ കൂടി ഒരു ചാൻസ് ചോദിച്ച് ഞാൻ പല സ്ഥലത്തും പോയിട്ടുണ്ട്. ഷിജു പീറ്ററോടും ഒരു ചാൻസ് ചോദിക്കുമ്പോൾ ഷിജു പീറ്റർ പറഞ്ഞത് ഓഡിഷൻ നടത്തിയിട്ടാണ് എടുക്കുന്നത്, അങ്ങോട്ടേക്ക് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഓഡിഷൻ നടത്തിയിട്ടാണ് നമ്മൾ എല്ലാവരെയും തിരഞ്ഞെടുത്തത്. എങ്കിലും എന്തോ നമ്മുടെ ഭാഗ്യം കൊണ്ടോ മറ്റും നമുക്ക് ഇതിനകത്ത് വരാൻ സാധിച്ചു. അത് എന്തായാലും എന്നെ തിരഞ്ഞെടുത്ത ഇതിൻ്റെ ഓഡിഷൻ ജഡ്ജിനും അതിൻ്റെ എല്ലാ ടീമിനും ഇത് സംവിധാനം ചെയ്ത ഷിജു പീറ്ററിനും മറ്റ് എല്ലാ മെമ്പേഴ്സിനും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുന്നു. അതുപോലെ തന്നെ ഇത് കണ്ട് നമ്മളെ പ്രോത്സാഹിപ്പിച്ച ഈ പയ്യന്നൂരിലെ എല്ലാ ജനങ്ങളോടും നല്ല ഫുള്ളാണ് അല്ലേ ഇന്നത്തെ ഷോ ഏകദേശം ഫുള്ളാണ്. ഇനി നാളെയും ഷോ ഉണ്ട്. അപ്പോൾ എല്ലാവരും വന്ന് സിനിമ കാണണം, പ്രോത്സാഹിപ്പിക്കണം എന്നാണ് പറയാനുള്ളത്. ഓക്കെ. എന്നുണ്ട് ലൈവാന്ന് നാരായണൻ മോന്റെ സിനിമ കാണാൻ വന്നത് അല്ല ഷിജു പീറ്ററിന്റെ സിനിമ കാണാൻ വന്നത് എന്താ? അതെ അല്ലേ. എങ്ങനെയുണ്ട് മോൻ? എങ്ങനെയുണ്ട് ഇപ്പൊ സിനിമയിലെല്ലാം അച്ഛൻ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ കയറി കയറി വരുന്നു, മോൻ സിനിമയിലാണ്. എന്താണ് മോന്റെ സിനിമയെ കുറിച്ച് നാരായണന് പറയാനുള്ളത്? എന്താ അല്ല അഭിപ്രായം? സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ തെറ്റായ പ്രവണതകളെ ജനങ്ങളിലെത്തിക്കാൻ പറ്റും. ഉഷാറല്ല മോൻ, ഉഷാറനല്ല. ഞാൻ അവരുടെ ആദ്യം ഒരു സിനിമ കണ്ടിരുന്നു. അല്ല ഇതെനിക്ക് കാണാൻ പറ്റിയില്ല നന്നായിട്ട്. മോനെല്ലാ പിന്തുണയാ സിനിമയിൽ അഭിനയിക്കാൻ അല്ലേ? ആയിക്കോട്ടെ, പിന്നെന്താ വേണ്ട. ഹലോ, നിങ്ങൾ ഇതിൽ പ്രധാന റോള് അഭിനയിച്ച ഒരാളല്ലേ? ആ, എന്താണ് പറയാനുള്ള സിനിമയെ കുറിച്ച്? എന്താ? ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു ചെറിയൊരു കഥ, അത് ഒരു പുതുമയോടുകൂടി തന്നെ അവതരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അങ്ങനെയുള്ളൊരു നല്ലൊരു സിനിമയുടെ ഭാഗമാവാൻ സാധിക്കും. പിന്നെ എൻ്റെ ഇതൊരു മൂന്നാമത്തെ സിനിമയാണ് ഉള്ളത്. അതിൽ ഡയറക്റ്റ് ചെയ്ത ഷിജു പീറ്ററാണ് കഥയും തിരക്കഥയിൽ. പിന്നെ കല്ലറയെ സംബന്ധിച്ചിട്ട് അങ്ങനെ ഒരു സബ്ജക്റ്റ്, അത് ആ കൺസെപ്റ്റ് ആദ്യമായിട്ടാണ് മലയാള സിനിമയിൽ. പിന്നെ ഇന്നത്തെ തലമുറയിൽ ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകളെ വെച്ച് നോക്കുമ്പോൾ ഒരു എന്താ പറയേണ്ടത്, കഞ്ചാവും വയലൻസും എല്ലാം ഉള്ളതിന് പകരം ഇതൊരു നാട്ടുമ്പുറത്ത് പണ്ട് കാലത്തെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കഥ, ഒരു നല്ലൊരു കഥയെ പിന്നെ ചിത്രീകരിച്ച ഒരു സിനിമ അല്ലെ? ഇപ്പം വയലൻസിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണല്ലോ ഇപ്പൊ സിനിമ. ആ സിനിമയെ നോക്കുമ്പോൾ അതെ മനുഷ്യത്വം എന്ന് വെച്ചാൽ ഒരു ഗ്രാമത്തിലെ ജനങ്ങൾ തമ്മിലുള്ള ഒരു ഐക്യം ഇതിൽ വളരെ വ്യക്തമായി പറയുന്നത്. കാരണം എല്ലാവരും പരസ്പരം ബന്ധമുണ്ട്. നമുക്കിന്നിപ്പം അയൽവക്കത്തെ വീട്ടുകാരെ പോലും അറിയാത്ത നാടാണ്. ആ കഥയിൽ നോക്കുമ്പോൾ എല്ലാവരും സന്തോഷം തന്നെ. സന്തോഷം, നിങ്ങൾക്ക് സന്തോഷം, അഭിനയിച്ചവർക്ക് സന്തോഷം അല്ലേ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. അതെ അതെ അതെ, നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട നടനാണ്, അതുകൊണ്ട് ആയിക്കോട്ടെ. സന്തോഷമുണ്ട്. മതനാട്ടിന് എപ്പോഴും സന്തോഷമാണ് അല്ലേ? ജീവിതം തന്നെ സന്തോഷമാണ് അല്ലേ? ആയിക്കോട്ടെ, സന്തോഷം. ഇതാണ് നമ്മുടെ നാട്ടിലെ ഒരു സിനിമ എന്നുള്ള രീതിയിൽ, നമ്മുടെ നാട്ടുകാരന്റെ അധ്വാനത്തിൽ വിരിഞ്ഞ ഒരു സിനിമ എന്നുള്ള രീതിയിൽ റോമാ 6 ഇതിന്റെ ഒരു പേര്. അതാ പിന്നെ സിനിമയുടെ പിന്നെ ഒരു സംഗീതം അല്ലെ, രചനയില്ലേ, സംഗീത രചന അതല്ലേ? പീറ്റർ ഏഴുമല നമ്മുടെ മാധ്യമപ്രവർത്തകനാണ്, നമ്മുടെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തിന്റെ മകന്റെ സിനിമ നമ്മുടെ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു സിനിമ തന്നെയാണ്. അതിനെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ, ഇത് കാണാൻ കൃത്യസമയത്ത് എനിക്ക് വരാൻ പറ്റിയില്ല, എന്നാൽ പോലും അതിനെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ കേട്ടു. എന്താണ് പിന്നെ മകന്റെ സിനിമയെക്കുറിച്ച് പീറ്റർ ഏഴുമല എന്ന് പറയുന്ന അച്ഛന് പറയാനുള്ളത്? മകൻ്റെ സിനിമ, സാധാരണ ഞാൻ സിനിമ കാണുന്ന ശീലം വളരെ കുറവാണ്. പക്ഷേ എങ്കിലും പ്രധാനപ്പെട്ട നല്ല സിനിമകളിൽ നിന്ന് പറഞ്ഞു കേട്ടുന്ന സിനിമകളെല്ലാം കാണാറുമുണ്ട്. പക്ഷെ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു സംവിധാന ശൈലിയിലൂടെ രൂപപ്പെടുത്തിയെടുത്ത ഇന്നത്തെ സമകാലീന പ്രസക്തമായ വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള ഒരു കഥയാണ് ഈ സിനിമയുടെ കേന്ദ്രബിന്ദു. പിന്നെ അതോടൊപ്പം തന്നെ വെച്ചാൽ ജയന്തരം സാറ് ഇപ്പം അദ്ദേഹത്തിൻ്റെ അവസാന ഗാനം ഈ പടത്തിലാണ്. അതേപോലെ തന്നെ 5 പാട്ടുകൾ, ഒന്നും മോശമല്ലാത്ത രീതിക്കുള്ള ഒരു 5 പാട്ടുകൾ ഈ സിനിമയുടെ പ്രത്യേകതയാണ്. അപ്പം അങ്ങനെ ഒരുപാട് സമീപകാലത്ത് കണ്ട സിനിമകളിൽ വെച്ചിട്ട് നല്ലൊരു സിനിമ രൂപപ്പെടുത്താനായിട്ട് അവന് സാധിച്ചു എന്നാണ് പറയുന്നത്. സന്തോഷം, ആയിക്കോട്ടെ. ഇതാണ് പറയാനുള്ളത്. പിന്നെ നമ്മുടെ നാട്ടുകാരുടെ ഒരു സിനിമ, അതുപോലെ തന്നെ നാട്ടുകാരായ പല ആളുകളും വലിയ സിനിമാ മുഖങ്ങളൊക്കെ ഉള്ള ഒരുപാട് ആളുകൾ ഒന്നിച്ച് പിന്നെ അഭിനയിച്ച ഒരു സിനിമ എന്നുള്ള രീതിയിൽ ഈ സിനിമ
നമ്മുടെ നാട് ഏറ്റെടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ കൊച്ചു കൊച്ചു കലാകാരന്മാർ അങ്ങനെ വളർന്നു വരട്ടെ. പയ്യന്നൂർ സിനിമയുടെ ഒരു ഹബ്ബ് തന്നെയാണ്. പയ്യന്നൂരിലും പരിസരത്തും നിരവധി സിനിമ ചിത്രീകരണം നടക്കുന്നുണ്ട്. നമ്മുടെ പയ്യന്നൂരിന്റെ പരിസരത്ത് ചിത്രീകരിച്ച ഒരു സിനിമ എന്നുള്ള രീതിയിലും ഇതിനേറെ പ്രാധാന്യമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടുകാരായ ആളുകൾ അഭിനയിച്ച ഒരു സിനിമ എന്നുള്ള രീതിയിലും ഇതിനേറെ പ്രാധാന്യമുണ്ട് എന്നതാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. ഇത് പിന്നെ ഈ സിനിമ കണ്ട് അതിനെ പിന്തുണക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടുകാർ തയ്യാറാവണം. ഇതിന്റെ പിന്നിലെ ഒരു സിനിമ അണിയിച്ചൊരുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിലുള്ള വലിയൊരു അധ്വാനമുണ്ട്, വലിയൊരു സാമ്പത്തികം വേണം. അങ്ങനെയുള്ള വലിയ ക്രൈസിസിലൂടെയാണ് ഈ സിനിമ ഇന്ന് ആദ്യ പ്രദർശനത്തിലെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ സിനിമ കണ്ട് അവരെ പിന്തുണക്കാൻ, അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നമ്മുടെ നാട് തയ്യാറാവണം. നമ്മുടെ നാട്ടിലും ഇത്തരം സിനിമകൾ ഉണ്ടാവട്ടെ, ഇത്തരം കലാകാരന്മാർ നമ്മുടെ നാട്ടിലും വളർന്നു വരട്ടെ എന്നാണ് പച്ചവെളിച്ചത്തിന് ആശംസിക്കാനുള്ളത്. പച്ചവെളിച്ചത്തിന് വേണ്ടി ശാന്തി തിയേറ്ററിന് മുന്നിൽ നിന്ന് രാജീവൻ പച്ച.